ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ഞാൻ വീഡിയോ ചെയ്തിട്ട് ഇപ്പോൾ കുറേ ദിവസമായി. എനിക്ക് തോന്നുന്നു നോമ്പിൻ്റെ ആദ്യത്തെ വീഡിയോ ആണ് ചെയ്തത്. ഇപ്പോൾ ഏകദേശം നോമ്പ് കഴിയാറായി. അപ്പോൾ നോമ്പായതുകൊണ്ട് തന്നെയാണ് കേട്ടോ, ഒരുപാട് തിരക്കാണല്ലോ. നോമ്പിൻ്റെ സമയം എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക തിരക്കാല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റാനത്. അതിനുള്ള സമയം കണ്ടെത്താൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ച് ഇവിടുത്തെ വെതറിനെ പറ്റി ചോദിച്ച് ഒരുപാട് പേര് മെസ്സേജ് അയച്ചായിരുന്നു. ഇപ്പം എന്താ ഇവിടുത്തെ വെതർ, ഇതിൻ്റെ അടുക്ക് -40 -30 ഒക്കെ ആയിരുന്നല്ലോ, എന്താണ് സ്ഥിതി എന്നൊക്കെ ചോദിച്ച് ഒരുപാട് പേര് മെസ്സേജ് അയച്ചായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു പിന്നെ ഇവിടുത്തെ വെതറിനെ പറ്റി പറയാമെന്ന്. അപ്പോൾ ഇപ്പോൾ ഇവിടെ പ്ലസ് ആയി കേട്ടോ, മഞ്ഞൊക്കെ ഉരുകിയിട്ടുണ്ട്. അപ്പോൾ പ്ലസ് ടെമ്പറേച്ചറിലോട്ടൊക്കെ ആയിട്ടുണ്ട്. എന്നാലും അവിടെ ഇവിടെയൊക്കെ കുറേശ്ശെ മഞ്ഞുണ്ട് കേട്ടോ. ബാക്കി ഏകദേശം എല്ലാം ഉരുകി കഴിഞ്ഞു. നിങ്ങൾ ആദ്യത്തെ വീഡിയോ കണ്ടവരാണെങ്കിൽ അറിയാം, നല്ല ഹൈറ്റിലായിരുന്നു സ്നോ ഉണ്ടായിരുന്നത്. മുട്ടിൻ്റെ മുകളിലോട്ട് വരെ ഉണ്ടായിരുന്നു കേട്ടോ. അത്രയും ഹൈറ്റിലായിരുന്നു ഉണ്ടായിരുന്നത്. ഈ ഭാഗമൊന്നും കാണാൻ കൂടി ഇല്ലായിരുന്നു, സ്റ്റെപ്പൊന്നും കണ്ടിട്ട് പോലും ഇല്ലായിരുന്നു ആദ്യത്തെ വീഡിയോസിലൊക്കെ. അപ്പോൾ ഇപ്പോൾ പക്ഷേ അതൊക്കെ ഉരുകിപ്പോയി കേട്ടോ കംപ്ലീറ്റ്. ഇപ്പോൾ പ്ലസ്സിലേക്ക് ആയിട്ടുണ്ട് ടെമ്പറേച്ചർ. അതിൻ്റെ ഇടയ്ക്ക് മൈനസിലേക്ക് പോവാറുണ്ട് കേട്ടോ. പക്ഷെ നല്ല തണുപ്പുണ്ട്. എന്നാലും പ്ലസ് ആണെങ്കിലും +3 ഇപ്പോൾ. എന്നാലും അത്യാവശ്യം തണുപ്പൊക്കെ ഉണ്ട്. വെയിലടിക്കുന്ന ഭാഗത്താട്ടോ നല്ലോണം എല്ലാം ഉരുകിപ്പോയത്. അപ്പോൾ നമ്മൾ ഈ വീട്ടിൻ്റെ മുമ്പിൽ നന്നായിട്ട് വെയിലടിക്കും. അതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് സ്നോ ഉരുകി പോയിട്ടുണ്ട്. പക്ഷേ ഓപ്പോസിറ്റ് സൈഡിൽ കാണാൻ കുറച്ച് മഞ്ഞൊക്കെ ഉള്ളത് കേട്ടോ. അപ്പം ഇതാണ് ഇവിടുത്തെ തണുപ്പിൻ്റെയൊക്കെ വിശേഷം കേട്ടോ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഞാൻ ബാക്ക് സൈഡിലും കൂടെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ ബാക്കിലോട്ടേക്കാണ് പോകുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ നല്ല ഹൈറ്റിലായിരുന്നു ആദ്യം സ്നോ ഉണ്ടായിരുന്നത്. ഇങ്ങോട്ടേക്കൊന്നും പോകാൻ തന്നെ പറ്റില്ലായിരുന്നു. ഇപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് ഉരുകി കേട്ടോ. പക്ഷേ ഈ ഭാഗത്തോട്ട് വെയിൽ കുറവാണ്, അതുകൊണ്ടാണ് ഇത്രയും ഉരുകിയത്. ഫ്രണ്ടിൽ കംപ്ലീറ്റ് ആയിട്ട് ഒരു ഇത്തിരി പോലും ഇപ്പോൾ ഇനി സ്നോ കാണാനില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ്. ഇപ്പോൾ +3 ടെമ്പറേച്ചറൊക്കെ മാറി വരുന്നു. അപ്പോൾ ഇപ്പോൾ പുറത്തേക്കൊക്കെ ഇറങ്ങാൻ പറ്റുന്നുണ്ട്. എന്നാലും തണുപ്പുണ്ട് കേട്ടോ, തണുപ്പില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. എന്നാലും ഫുള്ള് ജാക്കറ്റ് ഇട്ടിട്ടും ഇതൊക്കെ ഇട്ട് കവർ ചെയ്ത് നടക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇങ്ങനെ പുറത്തേക്കൊക്കെ ഇറങ്ങാൻ പറ്റുന്നുണ്ട്. പിന്നെ ഫ്രണ്ട്സ്, എനിക്ക് സർപ്രൈസ് ആയിട്ടൊരു ഗിഫ്റ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വിശേഷം കൂടെ കാണാം. അപ്പം നമുക്ക് ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാണുള്ളതെന്ന് നോക്കാം കേട്ടോ. തീർച്ചയായിട്ടും അത്ഭുതകരമായിട്ടുള്ള രക്ഷപ്പെടൽ തന്നെയാണ്. എന്തോ ഭാഗ്യമുണ്ട് എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. എന്തായാലും കഴിഞ്ഞ ദിവസം ഈ ബൈക്കിന് മുകളിലൂടെ കയറി പോകുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എറണാകുളത്ത് നിന്നും കോട്ടയത്തേക്ക് വരികയായിരുന്ന ബസ്സാണ് ഈ ബൈക്കിന് മുകളിലൂടെ കയറിയത്. എന്തായാലും അത്ഭുതകരമായി ഭാഗ്യം തുറച്ചു പറയുമ്പോഴാണ് ഈ ദൃശ്യങ്ങളിൽ മനസ്സിലാകുന്നത്. എന്തായാലും അത്ഭുതകരമായ യുവാവ് രക്ഷപ്പെട്ടു. ബൈക്ക് non-stop research flight from Sydney. Here I go. I'm going to see double sunrise.